അല്ല ഉസ്താദ്, എന്തിനാ നിങ്ങൾ എന്നെ പോലത്തെ പെണ്ണുങ്ങൾ? മനുഷ്യൻ, നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ട്. ഈ സാബി താത്താക്ക് എന്ത് സംഭവിച്ചു? ഇവർക്ക് പറഞ്ഞു നൽകാൻ ആരുമില്ലേ? ഇവരുടെ കയ്യിലെ ഒരു കോല് വെച്ച് ഇവര് ഉസ്താദന്മാരെ എന്തിനു വേണ്ടി അളക്കാൻ ശ്രമിക്കുന്നു? ഉസ്താദന്മാർ അത് പറഞ്ഞില്ല ഇത് പറഞ്ഞില്ല എന്ന് പറയാനുള്ള അവകാശം ഇവർക്കെങ്ങനെ ഉണ്ടായി? അതല്ല, ആദ്യ ചാനൽ പോയ പോലെ ഈ ചാനലും നഷ്ടപ്പെടുത്താനാണോ താത്ത ഉദ്ദേശിക്കുന്നത്? ആബിറ താത്ത പറയുന്നത് ഇങ്ങനെയാണ്: ഉസ്താദ് ഭാര്യമാർ ഭർത്താവിനെ നോക്കാത്തതിനെ കുറിച്ച് പ്രസംഗിക്കും, എന്നാൽ ഭാര്യയെ ഉപേക്ഷിച്ച് പോകുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് സംസാരിക്കാറില്ല എന്നതാണ്. ഈ വാക്കുകൾ കേൾക്കുന്നവർക്ക് സംശയം തോന്നാം, പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. യാതൊരു അർത്ഥവുമില്ലാത്ത വാക്കുകൾ എന്തിനു വേണ്ടി ഇവർ പറയുന്നു എന്നത് ചെറിയ ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാകും. കാരണം ഉസ്താദുമാരെ പറഞ്ഞാലേ സാബിറ താത്താക്ക് നിലനിൽപ്പുള്ളൂ. അവരുടെ ഉപദേശം കേൾക്കേണ്ടതാണ് നമ്മൾ അവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല. കാരണം അവർ അറിവ് പഠിച്ചവരാണ്. നമുക്കാണ് അറിവ് അവരെക്കാളും കുറവുള്ളത്. ഉസ്താദ് ഞാൻ പറഞ്ഞത് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ച ആരെങ്കിലുമാണോ സിറാജുദ്ദീൻ കാസിമി ഉസ്താദ്? അവർക്ക് ന്യായമായത് മാത്രമേ പറയുകയുള്ളൂ. അല്ലാതെ നിങ്ങൾ പറയുന്നത് കേട്ട് അതുപോലെ വേദികളിൽ പറയാൻ നിങ്ങൾ മറ്റേ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടി വരും. തലക്ക് വെളിവില്ലാതെ സംസാരിക്കുന്ന പോലെയുള്ള വാക്കുകൾക്ക് ഇവർ എന്തിന് മറുപടി നൽകണം? തീർച്ചയായും നമുക്കെല്ലാവർക്കും അറിയാം, സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ നിരവധി പ്രഭാഷണങ്ങളിൽ ഭാര്യയോടുള്ള ഭർത്താവിൻ്റെ കടമ, ഉത്തരവാദിത്വം, സ്നേഹം, സംരക്ഷണം എന്നിവ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ പുരുഷൻ്റെ പങ്ക് എന്താണ്, ഭാര്യയെ മാനിക്കേണ്ട വിധം എന്താണ്, അവളെ അനീതിപരമായി ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവം എന്താണ്, ഇതെല്ലാം ഉസ്താദ് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ഉപദേശങ്ങളിൽ ഭർത്താവിനും ഭാര്യമാർക്കും ഒരുപോലെ അവകാശങ്ങളും കടമകളും ഉണ്ടെന്ന് പണ്ഡിതന്മാർ ആവർത്തിച്ച് പറയാറുണ്ട്. ഒരാൾ തൻ്റെ ഭാര്യയെ അന്യായം ഉപേക്ഷിച്ചാൽ അത് വലിയ അനീതിയാണെന്നും കുടുംബം തകർക്കുന്ന പ്രവൃത്തിയാണെന്നും ഉസ്താദ് പല പ്രസംഗങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാര്യയെ കരുതലോടെ നോക്കുക, അവളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, അവളോട് മാന്യമായി പെരുമാറുക, ഇതെല്ലാം പുരുഷന്മാരുടെ നിർബന്ധിത കടമകളാണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും സാബിറ താത്ത കണ്ടിട്ടില്ല. എന്നിട്ട് ഉസ്താദ് ഞാൻ പറഞ്ഞത് പറയൂ എന്ന് പറയാൻ നിങ്ങൾക്കും എനിക്കുമെല്ലാം എന്ത് അവകാശമാണുള്ളത്? വെറുതെ റീച്ചിന് വേണ്ടി പണ്ഡിതന്മാരെ കരുവാക്കാൻ ശ്രമിക്കരുത് താത്ത. അങ്ങനെ നിങ്ങൾ വീണ്ടും ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഴയ ചാനലിൻ്റെ ഗതി ഈ ചാനലിനും പിന്നീട് ഒരു ചാനലും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും. ഇപ്പോഴും സാബിറ താത്ത പറയുന്നത് ഇതാണ്: ഞാൻ പറയുന്നത് പോലെ ഉസ്താദ് ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്നത്. കാലം പോയ പോക്ക് കണ്ടോ? പഴയ കാലത്ത് പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കായിരുന്നു ഉസ്താദുമാരോടും ഉലമാക്കളോടും ബഹുമാനം കൂടുതൽ. ഇപ്പോൾ കുറച്ച് പെണ്ണുങ്ങൾ യൂട്യൂബിലേക്ക് കയറി വന്നു. എന്തും എവിടെയും എങ്ങനെയും പറയാം. ആരെ വേദനിപ്പിച്ചാലും കുടുംബം തന്നെ തകർന്നാലും കുഴപ്പമില്ല എന്ന തരത്തിൽ ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് താൻ പറയുന്നത് എന്ന് പോലും വ്യക്തമായി ഇവർക്ക് തന്നെ അറിയില്ല. എങ്കിലും ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഈ താത്ത പറയുന്നത് ഇവർ പറയുന്നത് പോലെ ഉസ്താദ് പറയണമെന്ന്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം അനേക പ്രാവശ്യം പറഞ്ഞതാണെന്നുള്ളത് ഇവർക്ക് അറിയില്ല. ഒരു ഉസ്താദ് ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം മാത്രം സംസാരിക്കേണ്ട ബാധ്യത അവർക്കില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗ വിഷയങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ വാക്ക് കേട്ട് അതനുസരിച്ച് മാത്രം സംസാരിക്കേണ്ട അവസ്ഥ അദ്ദേഹത്തിനില്ല. അദ്ദേഹം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ അനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അതിനാൽ ഞാൻ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല എന്ന കാരണത്താൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് വളരെ മോശത്തരമാണ് സാബി താത്ത. മനുഷ്യൻ, നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ട്. ആദ്യം നീ മനസ്സിലാക്കി. നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് 12ഓളം കടമകളുണ്ട്. ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ? നീ പാലിച്ച നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട, അവളെല്ലാം നിനക്ക് ചെയ്തു തരും. നീ വീടിൻ്റെ അകത്ത് ചെന്നാൽ മതി, ഭക്ഷണം മുന്നിലുണ്ടാകും, നിന്റെ വസ്ത്രം കഴുകി തരും, നിന്റെ ഉമ്മാനെ നോക്കും, നിന്റെ ഉപ്പ